പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. ഈ ദിവസം അനുഗ്രഹപ്രദമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഈ ശുശ്രൂഷ മറ്റു മക്കളുമായി പങ്കുവയ്ക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കും. അപ്പോൾ നീ വചനം ധ്യാനിക്കുമ്പോൾ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. ഈ വചനം മറ്റു മക്കളുമായി പങ്കുവയ്ക്കുമ്പോൾ അവരും അനുഗ്രഹം പ്രാപിക്കും. അവർ അനുഗ്രഹം പ്രാപിക്കുവാൻ നാം നിമിത്തമാകുമ്പോൾ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. ഇന്ന് പ്രത്യേകിച്ച് ഉള്ള വാഗ്ദത്ത വചനം എന്ന് പറയുന്നത് ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 57-ാം അധ്യായം 15-ാം വാക്യമാണ്. ഇവിടുത്തെ ഈ വചനം വായിക്കുമ്പോൾ അച്ഛൻ ആദ്യം വായിക്കാൻ കേട്ടോ, ശ്രദ്ധിച്ചോളൂ. അത്യുന്നതനും മഹത്വപൂർണനായവൻ, ദൈവത്തെ പറ്റി പറയുന്നു. അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ. ദൈവത്തെക്കുറിച്ച്, സ്വഭാവത്തെക്കുറിച്ച് ദൈവം ആരെന്ന് പറയാം, അരുളി ചെയ്യുന്നു. നമ്മൾ പറയാണ്, ഞാൻ ഉന്നതനായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു. അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കുവാൻ ഞാൻ അവനോടുകൂടെ വസിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവം പറയാണ്, അനുഗ്രഹം പ്രാപിക്കുവാൻ പ്രത്യേക തമ്പുരാൻ്റെ വലിയ കാരുണ്യം, നവീകരിക്കുന്ന, പുതുക്കുന്ന, ശക്തിപ്പെടുത്തുന്ന ദൈവം. ആ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടണമെങ്കിൽ വിനീതനാകണം, അനുതാപമുള്ള ഹൃദയമാകണം. അപ്പോൾ ഈ അനുതാപമുള്ള ഹൃദയം ഉള്ള വ്യക്തിയുടെ, വിനീത ഹൃദയമുള്ള വ്യക്തിയുടെ ഉള്ളിൽ കർത്താവ് വസിക്കും. ആ വചനം പറയുന്നത്. അങ്ങനെ വസിക്കുക എന്തിനു വേണ്ടിയാണ്? എന്നെ വിശുദ്ധീകരിക്കാൻ വേണ്ടി, എന്നെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി. പ്രിയമുള്ളവരെ, ഇന്നത്തെ വാഗ്ദത്ത വചനം ഇതാണ് അർത്ഥമാക്കുന്നത്. ദൈവം ആരെന്ന് പറയുന്നു? ആ ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. അവൻ എന്തിനാണ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നത്? എൻ്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട് എന്നെ അനുഗ്രഹിക്കാനാ, എന്നെ വിശുദ്ധീകരിക്കാനാ. എങ്കിൽ പ്രിയമുള്ളവരെ, ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവ സാന്നിധ്യം തിരിച്ചറിയുവാൻ. ഉന്നതനായ കർത്താവ് ചെറിയവനായി എൻ്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട് എന്നെ വിശുദ്ധീകരിക്കുന്നു. എങ്കിൽ ഇന്ന് ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് വിശുദ്ധീകരിക്കുന്ന കർത്താവിനെ കണ്ടുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം ദൈവസന്നിധി സമർപ്പിച്ചോളൂ. വാഗ്ദത്ത പേടകത്തിലേക്ക് സമർപ്പിച്ചോളൂ. അച്ഛൻ ഇത് അൾത്താരയ്ക്ക് സമർപ്പിക്കാം. മറക്കണ്ട, എൻ്റെ കൂടെ, എന്നോടുകൂടെ വസിക്കുന്ന, എന്നെ വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചും ജീവിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അച്ഛൻ ഈശ്വരാശീർവാദം തരാം. നമ്മുടെ കർത്താവായ മിശിഹായുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.